നമസ്കാരം, ഇത് IBN മലയാളം. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ BJPക്ക് വോട്ടുകൾ വർദ്ധിച്ചത് LDFനും UDFനും ഒരുപോലെ തലവേദനയാകുന്നു. വഖഫ് വിഷയം ക്രൈസ്തവരെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് ഇരു മുന്നണികളുടെയും വിലയിരുത്തൽ. ഉപതെരഞ്ഞെടുപ്പിൽ BJP പ്രതീക്ഷ പുലർത്തിയിരുന്ന പാലക്കാട് കനത്ത തോൽവിയാണ് ഏറ്റുവാങ്ങേണ്ടി വന്നതെങ്കിലും പാലക്കാട് നഗരസഭയിൽ BJP മുന്നിലെത്തിയ രണ്ട് കേന്ദ്രങ്ങൾ ക്രൈസ്തവ വിഭാഗത്തിന് താരതമ്യേന വോട്ട് കൂടുതലുള്ള സ്ഥലങ്ങളാണ്. ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ഏറ്റവും കൂടുതലുള്ള വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേക്കാൾ 10% കുറഞ്ഞിട്ടും BJPക്ക് 1.5% വോട്ട് മാത്രമാണ് കുറഞ്ഞത്. ഇത്തവണ 11.46% വോട്ടാണ് BJP സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസിന് ലഭിച്ചത്. ക്രൈസ്തവ കുടിയേറ്റ മേഖലയായ മുള്ളൻകൊല്ലിയിൽ 23 ബൂത്തുകളിൽ NDA രണ്ടാം സ്ഥാനത്ത് എത്തി. ഈ ബൂത്തുകളിൽ കഴിഞ്ഞ തവണ ഇടതുമുന്നണിക്കായിരുന്നു രണ്ടാം സ്ഥാനം. ക്രിസ്ത്യൻ വിഭാഗത്തിന് ഏറെ സ്വാധീനമുള്ള ബത്തേരി നിയമസഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിയും NDAയും തമ്മിലുള്ള വ്യത്യാസം 2546 വോട്ട് മാത്രമാണ്. ചേലക്കരയിലെ BJPയുടെ വോട്ട് വർധനയും UDFനും LDFനും ഒരുപോലെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ്. ഇത്തവണ NDA സ്ഥാനാർത്ഥിയായിരുന്ന K ബാലകൃഷ്ണന് 33,609 വോട്ടാണ് ലഭിച്ചത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് 24,045 വോട്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ 5.81% വോട്ടിൻ്റെ വർധന. ഈ വോട്ടുകൾ പ്രധാനമായും വർദ്ധിച്ചത് ക്രൈസ്തവ മേഖലകളിലാണ്. മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിഭാഗങ്ങൾക്കുണ്ടായ ആശങ്കയിൽ ആദ്യം ഇടപെട്ടത് BJP നേതൃത്വമായിരുന്നു. സംസ്ഥാനത്തെ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ BJPയുടെ സ്വാധീനം ഉറപ്പിക്കുന്നതിന് ഷോൺ ജോർജിന് പ്രത്യേക ചുമതല നൽകി BJP ദേശീയ നേതൃത്വം രംഗത്തിറക്കുകയായിരുന്നു. തുടക്കത്തിൽ നിർജ്ജീവമായിരുന്ന ക്രൈസ്തവ നേതൃത്വങ്ങൾ സമരരംഗത്തേക്ക് വരുന്നതിന് ഷോൺ ജോർജിന്റെ ഇടപെടൽ സഹായിച്ചുവെന്ന പൊതുവിലയിരുത്തലാണ് BJP ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾക്കുള്ളത്. വഖഫ് വിഷയത്തിന്റെ പേരിൽ ക്രൈസ്തവ വിശ്വാസികൾ BJPയിലേക്ക് കൂടുതൽ അടുക്കുമെന്ന് വ്യക്തമായതോടെയാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തെ സമരരംഗത്തുള്ള സഭാ നേതൃത്വവുമായി ചർച്ച നടത്താൻ UDF നേതൃത്വം നിയോഗിച്ചത്. മാത്രമല്ല, വഖഫ് വിഷയത്തിൽ സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായാണ് നിയമസഭയിൽ പ്രമേയം പാസാക്കിയതെന്ന BJPയുടെ രാഷ്ട്രീയ വിശദീകരണം ക്രൈസ്തവ വിഭാഗങ്ങളെ ഏറെ സ്വാധീനിച്ചിട്ടുമുണ്ട്. ഇതാണ് ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ BJPയുടെ സ്വാധീനം വർദ്ധിപ്പിച്ചതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.